മേക്കിംഗ് സാമ്പിൾസ് ഓഫ് ഡാർട്സ് ആൻഡ് പ്ലീറ്റ്സ് എന്ന ഈ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സെഷന്റെ അവസാനം താഴെ പറയുന്നവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. സൈഡ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യുക, ഇൻവേർട്ടഡ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യുക, ബോക്സ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യുക, സെപ്പറേറ്റ് അണ്ടർലേയോട് കൂടിയ പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യുക. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്: ലോക്ക് സ്റ്റിച്ച് സൂയിങ് മെഷീൻ ഒരെണ്ണം, അയൺ ബോക്സ് ഒരെണ്ണം, ഹാൻഡ് നീഡിൽ ഒരെണ്ണം, സിസേഴ്സ് ഒരെണ്ണം. മെറ്റീരിയൽസ്: ലോങ് ക്ലോത്ത് 0.15 മീറ്റർ ഇൻറ്റു 0.75 മീറ്റർ, സൂയിങ് ത്രെഡ് ഒരെണ്ണം, പ്ലീറ്റ്സ്. പ്ലീറ്റ്സ് എന്നാൽ ഫാബ്രിക്കിന്റെ ഫോൾസ് ആണ്. ഇത് ഗാർമെന്റ്സിന് ഡെക്കറേറ്റീവ് ഫ്ലെയർ കൂടാതെ ഫുൾനെസ് നൽകാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് സാധാരണയായി ഡ്രസ്സസിലും സ്കേർട്സിലുമാണ് യൂസ് ചെയ്യാറ്. കൂടാതെ ഗാർമെന്റ്സിന്റെ സ്ലീവ്സ് ഒപ്പം അതർ കോമ്പോണൻസിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് പ്ലീറ്റ്സ്: വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് പ്ലീറ്റ്സ് ഫോൾഡ് ചെയ്യുക. ഓരോ പ്ലീറ്റിനും ഇന്നർ ആൻഡ് ഔട്ടർ ഫോൾഡ് ഉണ്ടാവും. ഈ ഔട്ടർ ഫോൾഡ് ലൈൻ യൂഷ്വലായി പ്ലേസ്മെന്റ് ലൈനിലാണ് വയ്ക്കാറ്. ഇന്നർ ആൻഡ് ഔട്ടർ ഫോൾഡിന്റെ നടുവിലുള്ള ഡിസ്റ്റൻസിനെ പ്ലീറ്റ് ഡെപ്ത് എന്ന് പറയും. പ്ലീറ്റ് ഡെപ്തിന്റെ ഡബിൾ സൈസിനെയാണ് പ്ലീറ്റ് സൈസ് എന്ന് പറയുക. രണ്ട് നെയ്ബറിംഗ് ഔട്ടർ ഫോൾഡ്സിന്റെ നടുവിലുള്ള ഡിസ്റ്റൻസ് ആണ് പ്ലീറ്റ് വിഡ്ത്ത് എന്നറിയപ്പെടുന്നത്. ഇത് പ്ലീറ്റ്സിന്റെ നടുവിലുള്ള ഗ്യാപ്സ് ആണ്. പ്ലീറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേയുള്ള മെറ്റീരിയലിന്റെ വിഡ്ത്തിനെയാണ് പാറ്റേൺ വിഡ്ത്ത് എന്ന് പറയുക. പ്ലീറ്റിംഗ് ചെയ്തതിന് ശേഷം ഇത് പ്ലീറ്റഡ് സെക്ഷൻ എന്നറിയപ്പെടും. ഈ പ്ലീറ്റഡ് സെക്ഷൻ പ്ലാക്കറ്റിന്റെ അലവൻസസുകളായി ഒരിക്കലും കൺസിഡർ ചെയ്യുകയില്ല. പ്ലീറ്റ്സ് നല്ല ക്രിസ്പായിട്ട് പ്രസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് അൺപ്രസ് ചെയ്യാതെ വിട്ട് അത് സോഫ്റ്റ് ഫോൾഡ്സ് ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റും. പ്രസ്ഡ് പ്ലീറ്റ്സിന് ഗാർമെന്റ് ഫാബ്രിക്സ് ഈസിയായി ക്രീസ് ആകുന്നത് വളരെ സ്യൂട്ടബിൾ ആയ ഒന്നായിരിക്കും. പ്രസ്സിംഗ് നിർബന്ധമായും പ്രസ്സിംഗ് ക്ലോത്ത് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഇത് തന്നെ പ്ലീറ്റ്സ് വളരെ ഷാർപ്പ് ആണെങ്കിൽ ക്രീസസ് സെറ്റ് ചെയ്യാൻ സ്റ്റീം അല്ലെങ്കിൽ ഡാംപ് ക്ലോത്ത് യൂസ് ചെയ്യണം. അതിനുശേഷം അത് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഈ പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആണോ എന്നും ചെക്ക് ചെയ്യണം. പ്ലീറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബാസ്റ്റിംഗ് സ്റ്റിച്ചസ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ പ്രസ് ചെയ്തിരിക്കണം. ടൈപ്സ് ഓഫ് പ്ലീറ്റ്സ്: ആകെ 3 ബേസിക് ടൈപ്സ് ഓഫ് പ്ലീറ്റ്സ് ഉണ്ട്. നൈഫ് പ്ലീറ്റ്സ്. നൈഫ് പ്ലീറ്റ്സ് എന്നാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്ലീറ്റ്സ് ഫോമാണ്. ഇതിന്റെ ഔട്ടർ ഫോൾഡ് ലൈൻസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ ആയിരിക്കും. നമ്മൾ നൈഫ് പ്ലീറ്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ പ്ലീറ്റ് ഡെപ്ത് ആൻഡ് പ്ലീറ്റ് വിഡ്ത്തിന് അനുസരിച്ച് 3 പോസിബിൾ പ്രൊപ്പോർഷൻസ് ഉണ്ട്. പ്ലീറ്റ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു പ്ലീറ്റ് വിഡ്ത്ത് വിച്ച് ഈസ് നോർമൽ പ്ലീറ്റ്. പ്ലീറ്റ് വിഡ്ത്ത് ലെസ് ദാൻ പ്ലീറ്റ് വിഡ്ത്ത്, ദാറ്റ് ഈസ് ഷാലോ പ്ലീറ്റ്. പ്ലീറ്റ് ഡെപ്ത് ഗ്രേറ്റർ ദാൻ പ്ലീറ്റ് വിഡ്ത്ത്, ദാറ്റ് ഈസ് ഓവർലാപ്പിംഗ് പ്ലീറ്റ്സ്. ബോക്സ് പ്ലീറ്റ്സ്. ബോക്സ് പ്ലീറ്റ്സ് എന്ന് വെച്ചാൽ 2 സിംഗിൾ പ്ലീറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചാണ് നിർമ്മിക്കുന്നത്. ഒരു ഫുൾ ബോക്സ് പ്ലീറ്റ് എന്ന് വെച്ചാൽ 2 സൈഡ്സിന്റെ അണ്ടറിൽ ഫോൾഡഡ് ആയിരിക്കും. ഇതിലൂടെയാണ് ഇന്നർ ഫോൾഡ്സ് മീറ്റ് ചെയ്യുക. ഇതിൽ 2 ഫോൾഡ് ലൈൻസ് കൂടാതെ 2 പ്ലേസ്മെന്റ് ലൈൻസ് ഉണ്ടാവും. ഇൻവേർട്ടഡ് പ്ലീറ്റ്സ് നമുക്ക് 2 സിംഗിൾ പ്ലീറ്റ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിൽ 2 ഫോൾഡ് ലൈൻസ് കൂടാതെ സിംഗിൾ കോമൺ പ്ലേസ്മെന്റ് ലൈൻ തീർച്ചയായും ഉണ്ടാവും. പ്ലീറ്റിന്റെ സെന്ററിൽ ഉള്ള 2 ഔട്ടർ ഫോൾഡ്സും ഉറപ്പായിട്ടും റൈറ്റ് സൈഡിലാണ് മീറ്റ് ചെയ്യുക. ടു കൺസ്ട്രക്ട് ആൻഡ് സ്റ്റിച്ച് സൈഡ് പ്ലീറ്റ്സ് അഥവാ നൈഫ് പ്ലീറ്റ്സ്. തന്നിരിക്കുന്ന മെറ്റീരിയലുകളിൽ 2 പീസസ് ഓഫ് 0.20 മീറ്റർ ഇൻറ്റു 0.45 മീറ്റർ എന്നും കൂടാതെ 2 പീസസ് ഓഫ് 0.20 മീറ്റർ ഇൻറ്റു 0.90 മീറ്റർ എന്നും മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് വെക്കുക. ഇനി പീസ് ഓഫ് ക്ലോത്ത് സൈസ് 0.20 മീറ്റർ ഇൻറ്റു 0.45 മീറ്റർ എടുക്കുക. ടൈലർ സ്റ്റോക്ക് ഉപയോഗിച്ച് ക്ലോത്തിന്റെ റോങ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഫുൾ വിഡ്ത്ത് ഓഫ് സാമ്പിൾ പ്രകാരം ഫോൾഡ് ലൈൻസ് ആൻഡ് പ്ലേസ്മെന്റ് ലൈൻസ് മാർക്ക് ചെയ്യുക. പ്ലീറ്റിന്റെ വിഡ്ത്ത് 1.5 സെന്റിമീറ്റർ ഉണ്ടാവണം. കൂടാതെ 2 പ്ലീറ്റ്സിന്റെ നടുവിലുള്ള ഡിസ്റ്റൻസ് നിർബന്ധമായും 2.5 സെന്റിമീറ്റർ ഉണ്ടാവണം. ട്രേസിംഗ് വീൽ യൂസ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള മാർക്കിങ്സ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുക. ഇനി റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുക. ഫോൾഡ് ലൈനിന്റെ കൂടെ തന്നെ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് അതിനെ പ്ലേസ്മെന്റ് ലൈനിന്റെ അടുത്ത് കൊണ്ടുവരിക. എല്ലാ ലേയേഴ്സിലുമുള്ള പ്ലീറ്റ്സ് പിൻ ചെയ്യുക.
ഫോൾഡ് ലൈനിന് ക്ലോസ് ആയിട്ട് ബാസ്റ്റ് പ്ലേറ്റ്സ് തിക്നെസ്സോടെ വെച്ച് പിൻസ് റിമൂവ് ചെയ്യുക. മെഷീൻ സ്റ്റിച്ചസിൻ്റെ റോ എഡ്ജിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെക്കണം. അത് പ്ലീറ്റ്സിന് റൈറ്റ് ആംഗിൾഡിൽ ആയിരിക്കണം. അയൺ ബോർഡിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ക്ലോത്ത് പ്ലേസ് ചെയ്ത് ശേഷം ഈ പ്ലീറ്റ്സ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുന്നതിന് മുന്നേ നിർബന്ധമായും ഒരു ഡാമ്പ് മസ്ലിൻ ക്ലോത്ത് പ്ലീറ്റിന്റെ മേലെ വെച്ച് യൂസ് ചെയ്യണം. അയൺ ബോക്സ് ജസ്റ്റ് മേലെ വെച്ച് യൂസ് ചെയ്യുക. ഫോർത്ത് ആൻഡ് ബാക്ക് ആയിട്ട് ഇത് മൂവ് ചെയ്യാൻ പാടില്ല, കാരണം അത് പ്ലീറ്റ്സിനെ വളരെ ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശേഷം ക്ലോത്ത് ഇല്ലാതെ പ്രസ് ചെയ്യുക. ശേഷം ഫാബ്രിക് ഡ്രൈ ആവുന്നത് വരെ ഇത് മൂവ് ചെയ്യാതിരിക്കുക. ഈ പ്രോസസ് റോങ് സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. കൺസ്ട്രക്ട് ആൻഡ് സ്റ്റിച്ച് ഇൻവേർട്ടഡ് പ്ലേറ്റ്സ്. ഒരു പീസ് ഓഫ് ക്ലോത്ത് അതിന്റെ സൈസ് 0.20 മീറ്റർ ഇൻറ്റു 0.90 മീറ്റർ ഉള്ള രീതിയിൽ എടുക്കുക. റോങ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഫോൾഡ് ലൈൻസ് ഒപ്പം പ്ലേസ്മെന്റ് ലൈൻസ് മാർക്ക് ചെയ്യുക. പ്ലേറ്റിന്റെ വിഡ്ത്ത് നിർബന്ധമായും 7.5 സെന്റിമീറ്റർ ഉണ്ടാവണം. റോങ് സൈഡിൽ നിന്ന് 2 പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നിർബന്ധമായും 1 സെന്റിമീറ്റർ ഉണ്ടാവണം. ട്രേസിംഗ് വീൽ അല്ലെങ്കിൽ നോച്ചസ് ഉപയോഗിച്ച് എല്ലാ മാർക്കുകളും റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുക. ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫോൾഡ് ലൈൻസ് റൈറ്റ് ടു ലെഫ്റ്റ് പ്ലേസ്മെന്റ് ലൈനിലേക്ക് കൊണ്ടുവരണം. എല്ലാ തിക്നെസ്സിനും അനുസരിച്ച് പ്ലേറ്റ്സ് പിൻ ചെയ്യുക. എല്ലാ പ്ലേറ്റ്സിനും ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. എല്ലാ ലെയേഴ്സിനും ത്രൂ ആയിട്ട് വരുന്ന രീതിയിൽ ഫോൾഡ് ലൈൻസിന് ക്ലോസ് ആയിട്ടുള്ള പ്ലേറ്റ്സ് പിൻ ചെയ്ത് ബാസ്റ്റ് ചെയ്യുക. മെഷീൻ സ്റ്റിച്ചസിന്റെ റോ എഡ്ജിൽ നിന്ന് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് മാറി ചെയ്ത് പ്ലേറ്റ്സിന് റൈറ്റ് ആംഗിൾഡ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ ചെയ്യണം. ഇനി പ്ലിൻസ് റിമൂവ് ചെയ്യാവുന്നതാണ്. പ്ലേറ്റ്സ് ഡാം ക്ലോത്ത് ഉപയോഗിച്ച് പ്രസ് ചെയ്യുക. കൺസ്ട്രക്ട് ആൻഡ് സ്റ്റിച്ച് ബോക്സ് പ്ലേറ്റ്സ്. ഒരു പീസ് ഓഫ് ക്ലോത്ത് സൈസ് 0.20 മീറ്റർ ഇൻറ്റു 0.90 മീറ്റർ എടുക്കുക. റോങ് സൈഡിൽ നിന്ന് ഫോൾഡ് ലൈൻസ് ഒപ്പം പ്ലേസ്മെന്റ് ലൈൻസ് മാർക്ക് ചെയ്യുക. പ്ലേറ്റിന്റെ വിഡ്ത്ത് നിർബന്ധമായും 7.5 സെന്റിമീറ്റർ ഉണ്ടാവണം. 2 പ്ലേറ്റ്സിന്റെ നടുവിലുള്ള ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ട്രേസിംഗ് വീൽ ഉപയോഗിച്ച് എല്ലാ മാർക്സും റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോൾഡ് ലൈൻ ബി ഫോൾഡ് ചെയ്ത് അത് ഫസ്റ്റ് പ്ലേസ്മെന്റ് ലൈൻ എയിലേക്ക് കൊണ്ടുവരിക. ശേഷം സെക്കൻഡ് ഫോൾഡ് ലൈനായ സി ഫോൾഡ് ചെയ്ത് അത് സെക്കൻഡ് പ്ലേസ്മെന്റ് ലൈൻ ഡിയിലേക്ക് കൊണ്ടുവരിക. പ്ലേറ്റ്സ് കണ്ടിന്യൂ ചെയ്യുക. എല്ലാ ലെയേഴ്സിനും ത്രൂ ആയിട്ട് വരുന്ന രീതിയിൽ പ്ലേറ്റ്സ് പിൻ ചെയ്യുക. സെന്റർ ലൈനിൽ നിന്നും കുറച്ച് മാറി 2 റോസ് ഓഫ് ബാസ്റ്റിംഗ് 2 to 3 മില്ലിമീറ്റർ മാറി പ്ലേറ്റ്സ് ഫിക്സ് ചെയ്യുക. പിൻസ് റിമൂവ് ചെയ്ത ശേഷം പ്ലേറ്റ്സ് പ്രസ് ചെയ്യുക. പ്ലേറ്റ്സ് ഹോൾഡ് ചെയ്യുവാൻ വേണ്ടി റോ എഡ്ജിൽ നിന്ന് 1 സെന്റിമീറ്റർ സീം വയ്ക്കണം. ശേഷം ബാസ്റ്റിംഗ് റിമൂവ് ചെയ്യുക. കൺസ്ട്രക്ട് ആൻഡ് സ്റ്റിച്ച് പ്ലേറ്റ്സ് വിത്ത് സെപ്പറേറ്റ് അണ്ടർലേ. ഒരു പീസ് ഓഫ് ക്ലോത്ത് സൈസ് 0.20 മീറ്റർ ഇൻറ്റു 0.45 മീറ്റർ എടുക്കുക. ശേഷം കോൺട്രാസ്റ്റിംഗ് കളർ ഉള്ള രീതിയിൽ മറ്റൊരു പീസ് ഓഫ് പോപ്പ് ലൈൻ 0.20 മീറ്റർ ഇൻറ്റു 0.20 മീറ്ററിൽ എടുക്കുക. ഇത് വളരെ പ്രധാനമാണ്. ബിഗ്ഗർ പീസിന്റെ റോങ് സൈഡിൽ മാർക്ക് ചെയ്യുക. ഫോൾഡ് ലൈൻസ് ആൻഡ് പ്ലേസ്മെന്റ് ലൈൻസും മാർക്ക് ചെയ്യുക. പ്ലേറ്റിന്റെ വിഡ്ത്ത് നിർബന്ധമായും 5 സെന്റിമീറ്റർ ഉണ്ടാവണം. പ്ലേറ്റ് എക്സ്റ്റൻഷന്റെ സീം അലവൻസ് 0.8 സെന്റിമീറ്റർ ഉണ്ടാവണം. കൂടാതെ 2 പ്ലേറ്റ്സിന്റെയും നടുവിലുള്ള ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ ഉണ്ടാവണം. ട്രേസിംഗ് വീൽ യൂസ് ചെയ്ത് എല്ലാ മാർക്സും റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള ഫോൾഡ് ലൈൻ മറ്റൊന്നിന്റെ മേലെയായിട്ട് വെക്കുക. അതിനുശേഷം റോങ് സൈഡിലുള്ള ഫോൾഡ് ലൈനുമായിട്ട് ചേർത്ത് ഇത് ബാസ്റ്റ് ചെയ്യുക. അപ്പർ എഡ്ജിൽ നിന്ന് 5 സെന്റിമീറ്റർ ഉള്ള ലോങ് സ്റ്റിച്ച് ലൈൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പർ എഡ്ജിൽ നിന്ന് 3 സെന്റിമീറ്റർ ഫോൾഡ് ചെയ്ത് അത് മാർക്ക് ചെയ്യുക. ശേഷം ആ ഫോൾഡ് അങ്ങനെ തന്നെ കട്ട് ചെയ്യുക. ഇനി പ്ലീറ്റ്സിന്റെ 2 പാർട്സും പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പ്ലീറ്റ് അണ്ടർലേ ഓഫ് 20 സെന്റിമീറ്റർ, അതായത് പ്ലീറ്റ് ലെങ്ത് ഇൻറ്റു 6.6 സെന്റിമീറ്റർ, അതായത് പ്ലീറ്റ് വിഡ്ത്ത് പ്ലസ് 2 സീം അലവൻസസ് ആയി ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യുക. കോൺട്രാസ്റ്റിംഗ് കളറോടെയുള്ള ഫാബ്രിക്
ഇതിന് യൂസ് ചെയ്യാം. അതിനുശേഷം അപ്പർ എഡ്ജിലേക്ക് താഴെയുള്ള എഡ്ജിൽ നിന്ന് 3 സെന്റിമീറ്റർ മാറി നോച്ചസ് വരുന്ന രീതിയിൽ അത് കട്ട് ചെയ്യുക. റൈറ്റ് സൈഡ്സ് ഒന്നിച്ചു വെച്ച് പ്ലീറ്റ് എക്സ്റ്റൻഷന്റെ മേലെ പ്ലീറ്റ് അണ്ടർലേ പ്ലേസ് ചെയ്ത് മാർക്കിങ്സ് മാച്ച് ചെയ്തതിനു ശേഷം 2 സൈഡിനും അനുയോജ്യമായ രീതിയിൽ ബാസ്റ്റ് ചെയ്യുക. പ്ലീറ്റ് അണ്ടർലേയിൽ നിന്നും പ്ലീറ്റ് എക്സ്റ്റൻഷൻ വരെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് റോ എഡ്ജിൽ നിന്ന് 0.75 സെന്റിമീറ്റർ അകലം അവിടെ വിടേണ്ടതാണ്. ബാസ്റ്റിംഗ് റിമൂവ് ചെയ്യുക. അപ്പർ എഡ്ജിൽ നിന്ന് മെഷീൻ ഉപയോഗിച്ച് 1 സെന്റിമീറ്റർ മാറി സ്റ്റിച്ച് ചെയ്യുക. ശേഷം പ്രസ് ചെയ്യുക. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെ സൈഡ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യാം, എങ്ങനെ ഇൻവേർട്ടഡ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യാം, എങ്ങനെ ബോക്സ് പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യാം, എങ്ങനെ സെപ്പറേറ്റ് അണ്ടർലേയോട് കൂടിയ പ്ലീറ്റുകൾ നിർമ്മിക്കുകയും തുന്നുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. പുതിയൊരു കൺസെപ്റ്റുമായി അടുത്ത സെഷനിൽ വീണ്ടും കാണാം. നന്ദി.